Hello friends, welcome to the channel. Now we will discuss the thumbnail. 2023 best credit cards we discuss. Now we will category wise credit cards. Types of credit cards, fuel, movies, normal shopping, traveling. Now we will famous എല്ലാ കാറ്റഗറിയിലും നമ്മൾ ടോപ്പ് ക്രെഡിറ്റ് കാർഡ്സുകൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ്സ് എല്ലാത്തിൻ്റെയും നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യാൻ അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആക്ച്വലി പോയിന്റ്സും സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഷോപ്പിംഗ് കാറ്റഗറിയിലാണ്. അപ്പോൾ ഷോപ്പിംഗ് കാറ്റഗറിയിൽ നമ്മൾ 3 കാർഡുകളാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതായത് ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ്, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ HDFC മില്ലിനിയ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ 3 കാർഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആമസോൺ യൂസേഴ്സ് ആണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ്, അതായത് ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. 5% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ചാർജുകളും സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്ത് പർച്ചേസ് നമ്മൾ ആമസോണിൽ എന്ത് പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പർ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ യൂട്ടിലിറ്റി ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ പോരാത്തന്നെ നമുക്ക് ആക്ച്വലി ആമസോൺ ICICI കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റ് നോർമലി കിട്ടുന്നതിനായിട്ടും ലിമിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കിട്ടാനുള്ള പിന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ കിട്ടാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ രണ്ടാമത്തെ വരുന്നതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇത് ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ അല്ല, പക്ഷേ കുറച്ച് പേർക്ക് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നോർമലി ഇതിൻ്റെ ആനുവൽ ഫീസും ജോയിൻറ്റ് ഫീസും വരുന്ന 500 പ്ലസ് GST ആണ്. നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ നമുക്ക് കിടിലം കാണുന്നതാണെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഫ്ലിപ്കാർട്ടിൽ ഇടുന്നുണ്ട്. 4% നമുക്ക് എന്താ പറയുക അവരുടെ പാർട്ട്ണറായിട്ടുള്ള PVR അതുപോലെ തന്നെ മിന്ത്രയിലും സംഭവത്തിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് 1.5% നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ ബെനിഫിറ്റ് ആക്ച്വലി കാർഡ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. പിന്നെ നമ്മുടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് മില്ലിനിയ കാർഡാണ്. HDFC മില്ലിനിയ കാർഡ്. അപ്പോൾ HDFC കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HDFC കാർഡിന് ഏത് നേരം ഓഫറാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് റിലയൻസിൻ്റെ കടയിൽ പോയാലും അവിടെ ഓഫർ ഉണ്ടായിരിക്കും. ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയാലും അവിടെ ഓഫർ ഉണ്ടായിരിക്കും. 10% ഓഫറൊക്കെ ആപ്പിളിൻ്റെ കൂട്ടുകാത്ത ഓഫർ ഏത് നേരം ഓഫർ ഉണ്ട് HDFC കാർഡിന്. അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മില്ലിനിയ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് അവരുടെ കാറ്റഗറിയിലുള്ള ആമസോണിന് അതുപോലെ കുറേ സൈറ്റിൻ്റെ എടുക്കുക, അതിലൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. പക്ഷേ ഇതിന് ആക്ച്വലി 999 ചാർജ് വരുന്നുണ്ട്. അതാണ് ഒരു നെഗറ്റീവായിട്ട് പറയുള്ളൂ. പക്ഷേ അത്യാവശ്യം ഈ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ആക്ച്വലി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടിവെട്ട് HDFC കാർഡ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി ലെവൽ കാർഡായിട്ടുള്ള ബിസിനസ് മണി ബാക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കാം. പക്ഷേ എന്നാലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ 500 രൂപ കൊടുത്താലും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമല്ലോ. ഇത് ആക്ച്വലി ആ ക്യാഷ് ബാക്കിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മില്ലിനിയ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ HDFC കാറ്റഗറിയിൽ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കാറ്റഗറിയിൽ പറഞ്ഞാൽ നമ്മൾ 3 കാർഡ് ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുഡിൻ്റെ കാറ്റഗറിയിലാണ്. അതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് 2 ക്രെഡിറ്റ് കാർഡുകളാണ്. ഒരെണ്ണം നമ്മുടെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ മൈസൂർ ക്രെഡിറ്റ് കാർഡും. ഈ 2 കാർഡിൻ്റെയും നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാർഡുകളിലും നമ്മൾ വീഡിയോ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാർഡുകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ എൻ്റെ ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ്സുകൾ 18 ഉണ്ട്. ടോട്ടൽ ഒരു 40 ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും. ഞാനതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു വിട്ടാന്ന് വെച്ചാൽ ചുമ്മാ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അതായത് എൻ്റെ കാർഡിൻ്റെ പേഴ്സാണ്. അതല്ലാണ്ട് നമ്മുടെ മെയിൻ വാലറ്റിലും 2-3 കാർഡുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കുറേ പേരായി ചോദിക്കുന്നു. അപ്പോൾ ഈ 3 കാർഡുകൾ ഇപ്പോൾ ഞാൻ HDFCയുടെ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാനലിൽ എൻ്റെ അൺബോക്സിങ് സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത രൂപ കണ്ടോ കാർഡ്. അതിൽ നമുക്ക് 10% വരെ നമുക്ക് സ്വിഗ്ഗിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ മൈസൂറാണ്. അതിൽ നമുക്ക് 40% വരെ നമുക്ക് സ്വിഗ്ഗി പർച്ചേസിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. രണ്ടും ഒരു 500 പ്ലസ് GST ആനുവൽ ഫീസും ജോയിൻ ചാർജും വരുന്നൊരു കാർഡുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് ഫ്യൂവൽ കാറ്റഗറിയാണ്. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഫ്യൂവൽ കാറ്റഗറിയിൽ നമ്മൾ ടോപ്പിൽ വെച്ചിരിക്കുന്നത് IDFCയുടെ ഫസ്റ്റ് പവർ ക്രെഡിറ്റ് കാർഡ്, അത് കഴിഞ്ഞ് നമ്മുടെ SBIയുടെ BPCL, പിന്നെ നമുക്ക് HDFCയുടെ IOCL. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ റെഫറൽ ലിങ്കാണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ SBIയുടെ BPCLൻ്റെ കാർഡിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ IDFCയുടെ ഫസ്റ്റ് പവർ ബാങ്ക് വണ്ടിയാണ്. ഓൾമോസ്റ്റ് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഫ്യൂവൽ ട്രാൻസാക്ഷനിൽ, അതായത് HPCLൻ്റെ ഫ്യൂവൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാപ്പിംഗ് കൂടുതലുണ്ട്. എന്നുവെച്ചാൽ BPCLൻ്റെ SBIയുടെ BPCLൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മന്ത്ലി ക്യാപ്പിംഗ് വരുന്നുണ്ട്, 100 രൂപ ക്യാപ്പിംഗ് സംഭവം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം അതിലുണ്ട്. അപ്പോൾ ഈ IDFCയുടെ ഫസ്റ്റ് പവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്യാപ്പിംഗ് ഉണ്ട്, പക്ഷേ ഹൈ ലിമിറ്റാണ്. എനിക്ക് തോന്നുന്നത് 10,000 അതോ 1,000 സംതിങ് ക്യാപ്പിംഗ് വരുന്നുണ്ട് അതിന്. അപ്പോൾ ഭയങ്കര കൂടുതലാണ് അതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആക്സിസ് ബാങ്കിൻ്റെ IOCL വെച്ച കാർഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിന് 50 രൂപയുള്ളൂ മാസം ക്യാപ്പിംഗ്. അപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഇതിന് ഈ കാർഡുകൾ എല്ലാത്തിനും 500 രൂപ പ്ലസ് GST വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവം തരുന്നതാണല്ലോ നമ്മൾ എടുക്കുന്നത്, അതിനാണ് ഏറ്റവും ബെനിഫിറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള കാറ്റഗറിയാണ് ട്രാവൽ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ട്രാവൽ കാറ്റഗറിയിൽ 2 ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ HDFCയുടെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സുകളാണ്. HDFCയുടെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യം നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എയർപോർട്ടിൽ ഉപയോഗിക്കാനും അതിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് HDFCയുടെ പ്രീമിയം മോസ്റ്റ്ലി എല്ലാ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സുകളും നല്ലതാണ്. കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ചടി കയറി എടുത്തോളൂ കേട്ടോ. പക്ഷേ നല്ല ചാർജ് തന്നെയായിരിക്കും, അത് നോക്കിയിട്ട് എടുത്താൽ മതി. ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പറയുന്നത് ICICI ബാങ്കിൻ്റെ മേക്ക് മൈ ട്രിപ്പ് കാർഡാണ്. ഇത് 2 ടൈപ്പ് കാർഡുണ്ട്, ഒരു 500 രൂപ പ്ലസിൻ്റെ പിന്നെ 2,500 ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് മേക്ക് മൈ ട്രിപ്പിൻ്റെ ബ്ലാക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങിനും ഫ്ലൈറ്റ് ബുക്കിങ്ങിനൊക്കെ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചസ് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അതും നമുക്ക് ഉപയോഗം തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാറ്റഗറിയാണ് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വൺ ഓഫ് ദ അല്ലെങ്കിൽ ഒരു എന്ന് പറയാൻ പറ്റില്ല, ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് 2023 ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പോൾ ഇതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. ബൈ.